ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിലുള്ള ഏകദേശം 9ഓളം വരുന്ന ടബ്ബുകളാണ് താഴെ കാണുന്നത്. ഇതിനകത്തെല്ലാമായി വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെയും നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുള്ള അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോകളിൽ ഒന്നാമത്തെ ബേസണിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ചില്ലി മൊസൈക്ക് എന്ന മത്സ്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ബേസണിനകത്തായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ശ്രീലങ്കൻ വൈറ്റ് അല്ലെങ്കിൽ സ്നോ വൈറ്റ് എന്ന ഗപ്പികളെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളുടെ മൂന്നാമത്തെ ബേസണിനകത്തായി നിക്ഷേപിച്ചിട്ടുള്ള ഫുൾ ബ്ലാക്ക് എന്ന ഗപ്പികളെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളുടെ നാലാമത്തെ ബേസണിനകത്തായി നിക്ഷേപിച്ചിട്ടുള്ള ചില്ലി റെഡ് എന്ന് പറയുന്ന ഗപ്പികളെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളുടെ അഞ്ചാമത്തെ ബേസണിനകത്തായി നിക്ഷേപിച്ചിട്ടുള്ള ഫുൾ റെഡ് എന്ന് പറയുന്ന ഗപ്പികളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ ആറാമത്തെ ബേസണിനകത്തായി നിക്ഷേപിച്ചിട്ടുള്ള റെഡ് ടെയിൽ പ്ലാറ്റിനം ഗപ്പികളെ കുറിച്ചുമായിരുന്നു ഇതിന് മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി നമ്മളുടെ ഏഴാമത്തെ ടബിലായി നിക്ഷേപിച്ചിട്ടുള്ള ഏഞ്ചൽ ഫിഷിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായി പോകുന്നത്. അപ്പോൾ ഇതുവരെയും ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നത് ഗപ്പി ഫിഷുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചെറിയൊരു ചേഞ്ചിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏഞ്ചൽ ഫിഷുകളെയാണ്. അപ്പോൾ ഏഞ്ചൽ ഫിഷ് അഥവാ മാലാഖ മത്സ്യം എന്ന് വിളിപ്പേരുള്ള മത്സ്യങ്ങളാണ് ഇവർ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, അക്വേറിയം ഷോപ്പിൽ നിന്നും ഏകദേശം 2 പെയർ ഏഞ്ചൽ ഫിഷുകളെയായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം ചത്തുപോയിട്ട് ബാക്കി വരുന്ന 3 എണ്ണമാണ് ഇതിൽ കിടക്കുന്നത്. അതിൽ ഒരെണ്ണത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇതിന്റെ ഹെഡ് കണ്ടിട്ട് ഇതൊരു ഫീമെയിൽ ഫിഷ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ടെയിൽ വരുന്ന ഭാഗം മുഴുവനായിട്ട് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഇതിന്റെ ടെയിൽ ഇങ്ങനെ കട്ടായി പോയിട്ടുള്ളത് എന്ന് അറിയില്ല. ഒരുപക്ഷെ മറ്റ് ഏഞ്ചൽ ഫിഷുകൾ ഇതിനെ ആക്രമിച്ചത് കൊണ്ടാവാം ഇതിന്റെ ടെയിൽ കട്ടായി പോവാനുള്ള കാരണം. അപ്പോൾ ആൾക്ക് ടെയിൽ കുറച്ച് കട്ടായി പോയിട്ടുണ്ട് എന്ന് വിചാരിച്ച് വെള്ളത്തിൽ നീന്തുന്നതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ ആണ്. ഹെഡിന്റെ ഭാഗം താഴേക്ക് പരന്നിരിക്കുന്നത് ഫീമെയിൽ ഫിഷ് ആണ്. അതേപോലെ തന്നെ ഫീമെയിൽ ഫിഷിനെ തിരിച്ചറിയാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് ഫീമെയിൽ ഫിഷിന്റെ വയറിന്റെ അടിഭാഗത്ത് ട്യൂബ് പോലെ ഒരു ഓർഗൻ കാണാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാനായി സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഗപ്പി ഫിഷുകളുടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ പോലെ എളുപ്പമായിരിക്കുകയില്ല ഏഞ്ചൽ ഫിഷുകളുടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഏഞ്ചലുകളുടെ മെയിൽ ഫിഷിനെ കുറിച്ചാണ് പറയാനായി പോകുന്നത്. മെയിൽ ഫിഷിന് തലയിൽ ഒരു മുഴ പോലെയാണ് കാണാനായി സാധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഏഞ്ചൽ ഫിഷിന്റെ ടെയിലിന്റെ കുറച്ച് ഭാഗം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് പറയാനായി പോകുന്നത്. ഫീമെയിലിന്റെ വയറിന്റെ അടിഭാഗത്ത് ട്യൂബ് പോലെ ഒരു ഓർഗൻ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ മെയിലിന്റെ വയറിന്റെ അടിഭാഗത്ത് ചെറിയൊരു വെട്ട് പോലെയാണ് കാണാനായി സാധിക്കുക. ഇങ്ങനെയാണ് ഏഞ്ചലിന്റെ മെയിൽ ഫീമെയിലിനെ നമ്മൾ തിരിച്ചറിയുക. അതേപോലെ തന്നെ ഏഞ്ചൽ ഫിഷിന്റെ മെയിൽ ഫീമെയിൽ പെയർ തിരിഞ്ഞും വെള്ളത്തിൽ കിടക്കാറുണ്ട്. അങ്ങനെയും നമ്മൾക്ക് ഏഞ്ചൽ ഫിഷിന്റെ പെയറുകളെ തിരിച്ചറിയാനായി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എഗ്ഗ് ചെയ്യാറായിട്ടുള്ള ഫീമെയിൽ ഫിഷിന്റെ വയറെന്ന് പറയുന്നത് ഒരല്പം ബൾജ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായി സാധിക്കും. അങ്ങനെ ആ ഒരു മെത്തേഡിലൂടെയും ഫീമെയിൽ ഫിഷിനെ നമുക്ക് തിരിച്ചറിയാനായി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഗപ്പി ഫിഷുകളെ പോലെ പ്രസവിക്കുന്ന ഒരു മീനല്ല ഏഞ്ചൽ ഫിഷ് എന്ന് പറയുന്നത്. ഏഞ്ചൽ ഫിഷുകൾ മുട്ടയിട്ടിട്ടാണ് അവരുടെ കുഞ്ഞുങ്ങളെ അവർ വിരിയിച്ചെടുക്കുന്നത്. മുട്ടയിടുന്നത് മുതൽ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്ന മത്സ്യങ്ങളാണ് ഏഞ്ചൽ ഫിഷുകൾ എന്ന് പറയുന്നത്. ഇനി മുട്ടയിടാറായിട്ടുള്ള ഏഞ്ചൽ ഫിഷിന് ഏത് രീതിയിലുള്ള പരിചരണം കൊടുക്കണമെന്നാണ് പറയാനായി പോകുന്നത്. അപ്പോൾ മുട്ടയിടാറായിട്ടുള്ള ഏഞ്ചൽ ഫിഷിന് ഇതേ രീതിയിലുള്ള ഒരു ടൈലിന്റെ പീസോ ഒരു പൈപ്പിന്റെ പീസോ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈലിന്റെ ക്ലേസിംഗ് ഉള്ള ഭാഗത്തല്ല, ക്ലേസിംഗ് ഇല്ലാത്ത സർഫസിലായിരിക്കും അതിന്റെ എഗ്ഗ് ലേ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈൽ ഇതേപോലെ കുറച്ച് ചരിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഏഞ്ചൽ ഫിഷുകൾ എന്ന് പറഞ്ഞാൽ നോൺ അഗ്രസീവ് ആയിട്ടുള്ള ഫിഷുകളാണ്. എപ്പോഴും ടാങ്കിലും അക്വേറിയത്തിലുമൊക്കെ വളരെ ശാന്ത സ്വഭാവത്തോടു കൂടിയായിരിക്കും നമ്മൾക്ക് ഇവരെ കാണാനായി സാധിക്കുക. ഏതെങ്കിലും തരത്തിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർ അഗ്രസീവ് ആവുകയുള്ളൂ. പൊതുവെ ശാന്ത സ്വഭാവക്കാരായിട്ടുള്ള ഫിഷുകളാണ് ഏഞ്ചൽ ഫിഷുകൾ. അതേപോലെ തന്നെ സൗത്ത് അമേരിക്കൻ ചിച്ചിൽഡ് വെറൈറ്റികളാണ് ഏഞ്ചൽ ഫിഷുകൾ എന്ന് പറയുന്നത്. മാർക്കറ്റുകളിൽ പല നിറങ്ങളിലുള്ള ഏഞ്ചൽ ഫിഷുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അവ ഏതെല്ലാം വെറൈറ്റികളിൽ പെട്ട ഏഞ്ചലുകളാണ് എന്നാണ് പറയാനായി പോകുന്നത്. വൈറ്റ് ഏഞ്ചൽ, ബ്ലാക്ക് ഏഞ്ചൽ, ഗോൾഡൻ ഏഞ്ചൽ, കോയി ഏഞ്ചൽ, മാർബിൾ ഏഞ്ചൽ, റെഡ് ടോപ്പ് ഏഞ്ചൽ എന്നിവയെല്ലാം മാർക്കറ്റുകളിൽ ഇന്ന് ലഭ്യമാണ്. അതേപോലെ തന്നെ പ്ലാന്റഡ് ടാങ്കുകളിൽ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ് ഏഞ്ചൽ ഫിഷുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാവിധ ഫുഡുകളും കഴിക്കുന്ന ഫിഷുകളാണ് ഏഞ്ചൽ ഫിഷുകൾ. മൈക്രോ പല്ലറ്റ്, ഡ്രൈ വോംസ്, ഫ്ലേക്സ്, ഡ്രൈ സ്ട്രിംപ്, മൊയ്ന എന്നിവയൊക്കെ ഏഞ്ചൽ ഫിഷുകൾക്ക് കൊടുക്കാവുന്ന ഫുഡുകളാണ്. അതേപോലെ തന്നെ ഏതാണ്ട് 8 മുതൽ 10 വർഷം വരെയാണ് ഇവരുടെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവരെ പെയറിന് ഏകദേശം 100 രൂപ കൊടുത്താണ് അക്വേറിയം ഷോപ്പിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ സൈസിനനുസരിച്ച് വിലയിലും വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും. മറ്റു മത്സ്യങ്ങളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത് ഇവരുടെ ശരീരത്ത് വന്നിരിക്കുന്ന
പരന്ന ഷേപ്പാണ്. അതേപോലെ തന്നെ മറ്റു മത്സ്യങ്ങളുടെ കൂടെയും ഒരുമിച്ചിട്ട് ടാങ്കിൽ വളർത്താവുന്നതാണ്. പ്ലാന്റഡ് അക്വേറിയങ്ങളിൽ വളർത്തുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ ഭംഗി തോന്നിക്കുന്നത്. പിന്നെ പൊതുവെ പെട്ടെന്ന് അസുഖങ്ങൾ ബാധിച്ച് ചത്തുപോകുന്ന ഒരു ഫിഷല്ല ഏഞ്ചൽ ഫിഷുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിവരെ വളർത്തിയിട്ടുള്ളതിൽ നിന്നും ആകെ തോന്നിയിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവരുടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ മാത്രമാണ്. ഗപ്പി ഫിഷുകളുടെ മെയിൽ ഫീമെയിലിനെ തിരിച്ചറിയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഏഞ്ചൽ ഫിഷുകളുടെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഏഞ്ചൽ ഫിഷുകളെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നമ്മളുടെ ഏഞ്ചൽ ഫിഷുകളെ തിരിച്ച് അവരുടെ ടബിലേക്ക് തന്നെ നിക്ഷേപിക്കാനായി പോവുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും പുതിയൊരു ഫിഷിന്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.